ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലേറ്റായിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഇവിടെ ഇത് അപ്ലോഡ് ആവാനൊക്കെ ഒത്തിരി സമയമാവത്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇത്തിരി അപ്പോൾ എനിക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷീബയുടെ വീട് മേപ്രായിൽ നിന്നും ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് ഈ ഇത്തിരി ഇതായിട്ടിരിക്കുന്നത് കേട്ടോ, അല്ലാതെ സൗകര്യമൊന്നും വന്നിട്ടില്ല. മേപ്രായിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഷീബ ഇവർ 4 പേരാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യം പോലെ, 3 പെണ്ണും ഒരാണുമാണ്. അതിലേറ്റവും മൂത്തത് ചേച്ചി കുവൈറ്റിലാണ്, രണ്ടാമത്തെ ഷായിച്ചാൻ നീ വന്ന ആൾ, മൂന്നാമത്തെ സിസ്റ്റർ മിനിമാമ, 4-മത്തെ ഷീബ. ആ സിസ്റ്ററുടെ മോളാണ് അന്ന് കൂടെ വന്നത്. ഇത്രയും പേരാ അവരുടെ വീട്ടിൽ. പിന്നെ അമ്മച്ചി. ഓക്കെ, ഇനി ഞാൻ ആ വീഡിയോ ഒക്കെ ഇടാമേ. അപ്പോൾ ഷീബ അവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത്, ഇപ്പോൾ എല്ലാവരും വെക്കേഷന് വീട്ടിൽ പോകത്തില്ലേ, അമ്മ വീട്ടിൽ. അപ്പോൾ കുഞ്ഞന്മാർ വീട്ടിൽ പോയിട്ട് വന്നോണ്ടേ അമ്മച്ചി അവരുടെ എല്ലാവരുടെയും വീതമാണ് പിള്ളേർക്ക് ബാഗ്, ഡ്രസ്സ്, അതെല്ലാം ഓരോരുത്തരുടെ ഇതാണ് കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പം അത് ഈ കാണിക്കുന്നത് എല്ലാവരുടെയും ഉണ്ട് അതിൻ്റെ അകത്ത്, അമ്മച്ചി തൊട്ട് മിനിമാമ വരെ. ഇതിപ്പോൾ ഞാൻ 2 ദിവസത്തെ വീഡിയോ ഇതിൻ്റെ അകത്തങ്ങ് ആഡ് ചെയ്തതാണ്. കുക്കിംഗ് ഒന്നുമില്ല. നിങ്ങൾ എൻ്റെ കുക്കിംഗ് കണ്ട് ബോറടിക്കുമല്ലേ. അപ്പോൾ കൊച്ചുങ്ങളുടെ കുറേ കൊച്ചുകടയെന്ന് പറയാൻ ഒരാടെ കുറച്ച് കൊച്ചു വർത്താനങ്ങളും ഞാനിത് അമ്മ അറിയാതെ എടുത്തത്. അവസാനം കണ്ടു അമ്മ പ്രൈസം മുഖേന. അവനവിടെ ഒരു അമ്മച്ചി, ബ്യൂട്ടിഫുൾ അമ്മച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മച്ചി എന്നെ നോക്കി. അമ്മയെ തരത്തിന് കിട്ടുമ്പം മൊബൈൽ എൻ്റെ കൈ കാണത്തില്ല. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. അതെന്റെ മക്കളെ നോക്കുവോ? മോൻ അറിയാമോ പുഴു എങ്ങനെയുള്ളതാന്ന്? കാണാമോ? കണ്ണുകൊണ്ട് കാണാമോ? അവൻ അറിയാമോ? ഇത് കുഞ്ഞിന് ഇഷ്ടമാണോ? അയ്യോ, അത് കുരുവല്ല, അതുപോലെ ഇരിക്കുക. കുരു വളർന്ന് പുഴുവാകും. നീ ഇപ്പൊ കരഞ്ഞ എന്തിനായിരുന്നു? കരഞ്ഞ എന്തിനാ? അത് ഇച്ചിച്ചിയാക്കളെ ഉണ്ടാക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് വിശേഷം ജോഷ് മോനെ? സുഖമായിട്ടിരിക്കുന്നു. അയ്യോ, ഞാനീ പറിച്ചിടുന്ന എല്ലാം ഞാൻ പ്രൈസനച്ചാച്ചനെ ഓടിച്ചതാ. മോയിങ്ങെടുത്ത് തിന്ന ഞാൻ എന്തോ ചെയ്യും? നല്ല രുചിയാണോ? ചിലത് ചെവപ്പ, ചിലത് നല്ലതാ. നീയെന്ന് പറയല്ലേ ബിജിയാൻറ്റി? അവനെന്നെ മിണിയാൻറ്റി ബിരിയാഞ്ചി ബിജി എന്നല്ല പറയുന്നത്. നല്ല ടേസ്റ്റാ. ചവപ്പൊള്ളയൊന്നുമില്ല. ഇത് തോണ ചവപ്പൻ, ചവപ്പും രുചിയും. വേണ്ട, ഞാൻ പൊളിച്ചോളാം. എന്നിട്ട് വലിച്ചു പറിച്ച് കീറണം.
ഇപ്പോൾ റോഡിൻ്റെ പണി ഇന്ന് നടക്കും, അത് ഇന്ന് ക്ലിയറാവും നാളെ ക്ലിയറാവും എന്ന് പറഞ്ഞിരുന്നിരുന്നു. നമ്മുടെ വീടൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾ അന്ന് തൊട്ട് ഇവന്മാർ ഈ പെയിൻ്റൊക്കെ കുത്തിയിളക്കുകയും അങ്ങനെയൊക്കെ ആയത് വീടൊരു വല്ലാതിരിക്കും. നമുക്ക് പെയിൻ്റ് അടിക്കണമെങ്കിൽ തന്നെ ഇത് മുഖേനയാണ് പെയിൻ്റ് അടി നടക്കാത്ത ഒന്നും നടക്കാത്ത. കാരണം ഞങ്ങൾ 2 വർഷത്തിന് മുമ്പോട്ട് വന്നപ്പോഴും ഉടനെ ഈ മാസം തന്നെ ശരിയാവും, ഈ മാസം തന്നെ ക്ലിയർ ആവുമെന്ന് പറഞ്ഞിരുന്നതല്ലേ. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഇത്രയായി. വേണ്ട രുചി എടുത്ത് ഞാൻ പിന്നെ കൊടുക്കാം. അയ്യോ അയ്യോ ഡൂലിയേ എനിക്കടിയോ എവിടാ നീ? ചെലപ്പം നീ എന്ന് വിളിക്കും. ഇത് അല്ലാതെ നിർത്തിയരാ. അയ്യോ ഞാൻ കീറാന്ന് പറഞ്ഞില്ലേ, അത് മൊത്തം ഇതായില്ലേ. നീ കീറ എനിക്കറിയാം. ഞാനിതൊക്കെ കണ്ട് വളർന്നിട്ടല്ലേ പോയത്, ഇപ്പോഴല്ലേ നീ വന്നത്. നീ വലിയ ആളാവുന്നു, എനിക്കതിനേക്കായി അറിയാം. മതി മതി. ജേക്കിനെ കാണിക്കല്ലേ, അവൻ മൊത്തം എടുത്തോണ്ട് പോകുന്നു. പറഞ്ഞേ പണ്ട് 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 ഗൈഡിന്റെ ആ കളറല്ലായിരുന്നു. പണ്ട് പണ്ട് ഞാൻ യെല്ലോ കളറാണ് അവന്റെ പടം തൊടിയന കമ്പ്. ആരാ? ജേക്കുമോനാ. അവൻ നിക്കറിന്റെ വള്ളി ഊരിയോ? ഞാനാണ് ജോഷുമോൻ. അങ്ങനെ അല്ലാണോ പണ്ട് കേക്കിന്റെ പടം തൊഴിയ കമ്പ് യെല്ലോ കളറ് പടം തൊഴിയ കമ്പാണ്. അപ്പൊ ഞാൻ കേക്കിനടുത്ത് വളർത്തു. പിന്നെ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെ ഞാന് എന്റെ കളറ് പപ്പാന്റെ ബ്രൗൺ കളറ് പുറം തൊഴിയ കമ്പ്. അപ്പൊ ഞാൻ എടുത്ത് ബ്രൗൺ കളറ് പുറം അങ്ങനെ. ബാക്കി ഉറങ്ങണ്ടേ? വേണ ഉറങ്ങണ്ട, സമയമായില്ല. ഞാൻ ചിരിക്കാം. നീ ചിരിക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് മുമ്പേ ചോദിക്കുന്ന കേട്ടല്ലേ? ഹലോ. എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചു. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാ. ഇങ്ങനെ കാണിക്കണ്ട, അത് ഫോട്ടോ എടുക്കുമ്പോഴാ കാണിക്കണ്ടേ. മതി, അങ്ങനെ കാണിക്കണ്ട. മതി, കൈ താത്തിട്. സ്കൂളിൽ നിനക്ക് ഏത് ടീച്ചറാ ഇഷ്ടം? ശിവ ടീച്ചർ, മാത്സ് ടീച്ചർ, ടീച്ചർ, കമ്പ്യൂട്ടർ പഠിക്കുന്ന ടീച്ചർ. എല്ലാ ടീച്ചറാ നേരെ ഇഷ്ടം. ടീച്ചർമാർക്കെല്ലാം നിന്നെ ഇഷ്ടമാണോ? ടീച്ചർമാർക്ക് എല്ലാവർക്കും പാട്ടുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവോ? ആ ടീച്ചർമാർക്കും പാട്ടും. എടാ ഇങ്ങനെ കാണിക്കാതെ കണ്ണു തുറക്കടാ. താത്തി വെക്കത് മതി, ഇനിയും മതി. എടാ കണ്ണ് തുറക്കാൻ. കണ്ണ് തുറന്നിരിക്കുവാണോ? ഇനി ആന്റി എന്നാ ഒന്ന് കിടക്കാൻ പോവാ. ജേക്കേ അതൊന്നും തുടരുത്. ഓക്കേ ബൈ. ഓക്കേ ബൈ, സീ യു. സീ യു. എന്തോ നിന്നോ നീ? വെട്ട് കേക്ക്.
എൻ്റെ പൊന്നോ, ഒരു വിധത്തിൽ ഞാനൊന്ന് ഇവന്മാരെല്ലാം കൊച്ചു പൃങ്ങാണികളൊന്നും കിടന്നില്ല. ഞങ്ങളെല്ലാം കൂടെ ഇച്ചിരി ഒന്ന് കിടന്ന് ഉറങ്ങിയതൊന്നുമില്ല. അപ്പം വൈകിട്ട് എണീറ്റ് ഷീവയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന അച്ചപ്പവും വെട്ടുകേക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ചൂടാണ്, നല്ല വിയർപ്പും ഉണ്ട്. ഇവൻ്റെ കാര്യം കൊണ്ട് സമയം പോകുന്നേ അറിയത്തില്ല. അത് അച്ചപ്പം. ഷീവ ഇന്ന് മേപ്രായിന്ന് വന്ന് അപ്പം കുറേ സാധനങ്ങൾ കൊണ്ടാണ് വന്നേ. എല്ലാ സാധനങ്ങളും ഞാൻ കാണിക്കാമേ. കൊച്ചുങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, വീട്ടിലത്തേക്കിനുണ്ട്, എല്ലാം ഒരു അര വണ്ടിയോളം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാണിക്കാമേ. അവന്മാർക്ക് നല്ല ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ആദ്യം കൊച്ചുങ്ങൾക്ക് 2 ബാഗ്, 2 2 പെൻസിൽ ബോക്സ്. ഷീവയുടെ ബ്രദർ കുവൈറ്റിൽ നിന്ന് വന്നായിരുന്നു ഇപ്പോൾ അവധിക്ക്. ഊതുന്ന ബബിളാ ഇല്ലേ? പിന്നെ ചോപ്പർ, ഇത് പിയേഴ്സ് സോപ്പ്, ഫ്രൈങ് പാൻ, പിന്നെ കൊച്ചുകട, ഇത് കൊച്ചുങ്ങടെ കപ്പ്, പിന്നെ അവന്മാർക്ക് ഡ്രസ്സ്. ഒന്ന്, 2, 2 പേർക്കും സെയിം ജോഡി. ഇത് കളർ പെൻസിൽ കളർ കൊച്ചുങ്ങൾ ഐറ്റമല്ല കഴിഞ്ഞല്ലേ അത് കാണിച്ചു. ഇനി നമ്മുടെ വീട്ടാവശ്യങ്ങൾ കാണിക്കും. ഇത് അച്ചാർ. അവിടെ അമ്മച്ചി കൂടുകയാണ് ഷീവയില്ല, മിനിമയില്ലേ, അവിടെ പണ്ട് തൊട്ടേയുള്ള അച്ചാർ സ്റ്റോക്ക്. നല്ല നാരങ്ങ. ഇത് ഇരുമ്പം പുളി. മാങ്ങ, കൂമ്പ്. ഇത് ഇത്രയും പപ്പായ, പച്ച പപ്പായ. പഴുത്തുകൊണ്ടോ? ഉണ്ടോ? ഇതാണ് നമ്മുടെ കൊടംപുളി 2 എണ്ണം. ഇത് നമ്മൾ മീൻ കറിക്കകത്ത് ഇടത്തില്ലേ, ഇത് ഉണക്കിയാ നമുക്ക് ആ ബ്ലാക്ക് കളറിൽ കിട്ടുന്നത്. 2 എണ്ണം അവിടെ വീട്ടിലുണ്ട് മരം. ഇത് മൂവാണ്ടം മാങ്ങിയ. ഇത് കുറച്ചുണ്ട് മൂവാണ്ടം മാങ്ങ. ഇത് നാട്ടുമാങ്ങയാ. ഇതോ മണം, പഴുത്തതാ.
പക്ഷെ ഞാൻ അവിടെ ബോംബെ വാങ്ങിച്ച നാട്ടുമാങ്ങ കുഞ്ഞതായിരുന്നു. ഇത് നല്ല ഇച്ചിരി വലിയ നാട്ടുമാങ്ങ. നല്ല മണം. പപ്പായ പഴുത്തത് ഇവിടെ കുറെ ഉണ്ടായിരുന്നു. നല്ല ശരിക്കും പപ്പായയായി ഇവിടെ. പിന്നെ ഷീവയുടെ വേറൊരു സാധനം ചവിട്ടി. ഷീവ അവിടെ പോയിട്ട് വരുമ്പോഴേ അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരും. ഇത് ഏത്തപ്പഴം പിന്നെ അവിടുത്തെ വീട്ടിലത്തെ ഒരു കൊലയും കൊണ്ടുവന്നായിരുന്നല്ലോ ഞാൻ കാണിച്ചല്ലേ. ഇതവിടെ വീട്ടിലുണ്ടാക്കിയ അച്ചപ്പം. ഇത് രണ്ടും പാൽപ്പൊടിയാണോ? ഇത് അരിപ്പൊടി, ഇത് പാൽപ്പൊടി. ഇതില്ല വറക്കുന്ന സാധനം. പാസ്തയാണോ? എണ്ണക്കകത്തിട്ട് വറുത്തതല്ല. ഇത് കോഫി പൗഡർ. ഇത് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ പിള്ളേർക്ക്. ഇതെന്തോന്ന് എനിക്കറിയത്തില്ല. പപ്പടം പോലുള്ള ബോളിയാണ്. മുറുക്ക്, കുഴലപ്പം, മിക്സർ, പിന്നെ ബേക്കറിയിൽ നിന്ന് കുറേ സാധനങ്ങളുണ്ട്. ഇത് ഈ മീറ്റ് പപ്സും പരിപ്പ് വട അങ്ങനെയൊക്കെ. ഇനിയൊന്നുമില്ലല്ലേ. ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്ന് അവർ വന്നു. ഷായിച്ചാനൊക്കെ തിരിച്ചു പോയി. വാട്ടർ മിലണുണ്ട്. കപ്പ കാണിച്ചില്ലല്ലേ. കൂമ്പ് കാണിച്ചു. കപ്പ ഇതൊക്കെ അവിടുത്തെ വീട്ടിലത്തെയാ കപ്പ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.